Top headlines. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി ഉപയോഗ ആരോപണത്തിൽ സിനിമയ്ക്ക് പുറത്ത് പരാതി നൽകില്ലെന്ന് ആവർത്തിച്ച് നടി വിൻസി അലോഷ്യസ്. മാറ്റം വേണ്ടത് സിനിമയ്ക്കകത്ത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും വിൻസി. ഗുണ്ടകളെ കണ്ട് ഓടിയെന്ന ഷൈൻ ടോമിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാറായിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ലഹരി കേസിൽ നടൻ ഷൈൻ ടോമിനെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പുട്ട വിമലാദിത്യ. ഷൈൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. കേസിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷണർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾ. കേരളത്തിന്റെ അതിജീവനം ലോകം നോക്കിക്കണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികളിൽ കേന്ദ്രം സഹായിച്ചില്ലെന്ന് കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. അമ്പലമുക്ക് വിനീത കൊലപാതകത്തിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കൊടും കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം. 70 വയസ്സുള്ള അമ്മയെ നോക്കണമെന്ന് പ്രതി രാജേന്ദ്രൻ. നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് 2022 ഫെബ്രുവരി 6-ന്. മുനമ്പം വഖഫ് കേസിൽ വഖഫ് ട്രിബ്യൂണലിൽ വാദം കേൾക്കുന്നത് മാറ്റി. കേസ് മെയ് 27-ലേക്ക് മാറ്റി. തീരുമാനം അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ. ആശാസമരം 4ാം ഘട്ടത്തിലേക്ക്. 4ാം ഘട്ട സമര പ്രഖ്യാപനവുമായി ആശാ വർക്കർമാർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമരയാത്ര നടത്തും. സമരയാത്ര മെയ് 5 മുതൽ ജൂൺ 17 വരെ. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീക്ഷണം മുഖപ്രസംഗം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തി. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുത്. മുഖം കാണിക്കേണ്ടത് ഇടിച്ചു കയറിയല്ലെന്നും വിമർശനം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് വില 9,000 കടന്നു. ഗ്രാമിന് 95 രൂപ കൂടി 9,015 രൂപയായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ. ഡൽഹിയിൽ JD വാൻസിനെയും ഭാര്യ ഉഷയെയും സ്വീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അത്താഴ വിരുന്ന്. വ്യാപാരം, തീരുവ യുദ്ധം എന്നിവയിൽ ചർച്ച. സുപ്രീം കോടതിക്കെതിരായ പരാമർശങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് നിയുക്ത ചീഫ് ജസ്റ്റിസ് BR ഗവായി. പരാമർശം മുർഷിദാബാദ് സംഘർഷത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട ഹർജിയിൽ. കോടതിക്കെതിരായ പരാമർശങ്ങളിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ അനുമതി തേടി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെയും BJP MP നിഷികാന്ത് ദുബെക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യം.